ഇരുട്ടാവാൻ തുടങ്ങും തോറും നമ്മൾ പോകുന്ന വഴിയിൽ യാണി, കാട്ടുപോത്ത്, അന്തമാതിരി എല്ലാ വൈൽഡ് അനിമൽസ് എല്ലാം റോട്ടിലിറങ്ങി നിൽക്കണ നേരം. അതുകൊണ്ട് നമുക്ക് നേരം മിന്നാൻ നോക്കാട്ടാ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹിൽക്കാച്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് കൊടൈക്കനാലിൽ നിന്നും തിരിച്ചു പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ആനിമൽ സൈറ്റിംഗ് ഒക്കെ കിട്ടിയോണ്ട് മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അവിടെ ഒരു കാട്ടുപോത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ട പാട് നൈസായിട്ട് റിവേഴ്സ് അടിച്ച് വന്ന് ഷൂട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ച് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള്. അപ്പോൾ ഇതാണ് കേട്ടോ കാട്ടുപോത്തിനെ കാട്ടിൽ പോയിട്ട് കണ്ടിട്ടുള്ള ഒരു അവസ്ഥയാണ്. എന്തോ ഒരു ഐറ്റം നോക്കിയാൽ അടാറ് സാധനം. പക്ഷെ ആള് സൈലന്റ് ആണ്, വയലന്റ് ഒന്നല്ല, കൂളായിട്ട് റോഡ് ക്രോസ് ചെയ്തിട്ട് പോവായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം. കൊടൈക്കനാൽ തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ ജില്ലയിലെ ഒരു പട്ടണമാണ് കൊടൈക്കനാൽ. പശ്ചിമഘട്ടത്തിൽ നിന്ന് വേർപെട്ട് പളനി മലയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. തെക്കേ ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പ്രദേശവാസികളുടെ പ്രധാന വരുമാനവും ഇത് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കൊടൈക്കനാൽ പട്ടണത്തിലെ ഒരു സായന്തന വേളയിലെ കാഴ്ചകളാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ കൊടൈക്കനാൽ പട്ടണം വിട്ടിട്ട് ഏകദേശം 3 കിലോമീറ്ററോളം ഇറങ്ങി കേട്ടോ. പൂമ്പാറയിൽ നിന്ന് 20 കിലോമീറ്റർ ഉണ്ട് കൊടൈക്കനാലിലേക്ക്. കൊടൈക്കനാലിൽ നിന്ന് ഇപ്പോൾ ഏകദേശം 3 കിലോമീറ്റർ ഇറങ്ങി. ഇനി ഇവിടുന്ന് പഴനിയിലേക്ക് 61 കിലോമീറ്റർ, 62 കിലോമീറ്റർ ആ ഒരു റേഞ്ചൊക്കെ വരും. അപ്പോൾ ഇത്ര ദൂരം വണ്ടി ആകെ ഞാനിപ്പോൾ ഒരു 25 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടുള്ളൂ. പക്ഷേ ഉണ്ടല്ലോ നല്ല ഒരു മണിക്കൂറോളം നമുക്ക് ഡ്രൈവിങ്ങിന് വേണ്ടി വന്നു. ബൈക്കിൽ കയ്യൊന്ന് നോക്കിയാൽ നല്ല സീനായിട്ടുണ്ട്. കൈ ഇങ്ങനെ മരവിച്ചിട്ടേ എനിക്കിപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ പോലും ഭയങ്കര സീനായിട്ട് തോന്നുക. ഇനി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ബോഡി ഒന്ന് ഹീറ്റാക്കിയിട്ടേ യാത്ര തുടങ്ങാട്ടാ. അടിക്കാൻ വന്ന ഷോപ്പ് നോക്കിയാൽ ഇവിടെ ഒരുപാട് ഐറ്റംസുകളുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ വിളവെടുത്തിട്ട് കൊണ്ടുവരുന്ന, ഇവിടെ ഉണ്ടാക്കുന്ന, കൊടൈക്കനാലിൽ ഉണ്ടാക്കുന്ന ഐറ്റംസുകളാണ് കേട്ടോ. ഇതാ ഉള്ളി കൃഷിയും കാര്യങ്ങളും തോട്ടങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ. വെള്ളപ്പുണ്ട്, പിന്നെ ഇതാ പൈനാപ്പിൾ ഉണ്ട്. ഇതെന്താ? അതെന്തോ ഒരു ഫ്രൂട്ടാണ് കേട്ടോ. നമ്മളൊന്നും ഇതുവരെയായിട്ട് കാണാത്ത തരത്തിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇതാ മാംഗോ ഉണ്ട്, പ്ലംസ് ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, ഒരുപാട് ഐറ്റംസുകളുണ്ട്. എന്തൊക്കെ ഫ്രൂട്ടുകളുണ്ട്. ഇതൊക്കെ എന്താ സാധനം എന്നാകും. ഇതിൻ്റെയൊക്കെ പേരുകൾ അറിയുന്നുണ്ടോ ഒരു കമൻ്റൊക്കെ ചെയ്തോളൂ കേട്ടോ. ഇതൊക്കെ ഇവിടെ ഉണ്ടാകുന്നതാണ് അവർ പറയണത്. ഒന്നും പുറത്തുനിന്ന് വരുന്നതല്ല കേട്ടോ. എല്ലാം ഇവിടുത്തേതായിട്ടുള്ള ഐറ്റംസുകളാണ്. റംബൂട്ടാനൊക്കെ ഉണ്ട്, സബർജില്ലി, കിവി ഇവിടെ ഉണ്ടാക്കണാണോ അത് പുറത്തുനിന്ന് വരുന്നതോ? ഇവിടുത്തെ ഉണ്ടാക്കണേ ഉറപ്പല്ലേ. പിന്നെ ഇതാ കിഴങ്ങ് ഐറ്റംസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരുപാട് ഇതൊക്കെ എന്താ ചോക്ലേറ്റ്സ് അങ്ങനത്തെ ഐറ്റംസുകൾ. പിന്നെ ഇത്രയും ഐറ്റംസുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി സമയം വൈകുന്തോറും ഇരുട്ടാവും തുടങ്ങും തോറും നമ്മൾ പോകുന്ന വഴിയിൽ യാണി, കാട്ടുപോത്ത്, അന്തമാതിരി എല്ലാ വൈൽഡ് അനിമൽസ് എല്ലാം റോട്ടിലിറങ്ങി നിൽക്കണ നേരം. അതുകൊണ്ട് നമുക്ക് നേരം മിന്നാൻ നോക്കാട്ടാ. ഇനി അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ഭയങ്കര രസമായിരിക്കും കേട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട്. പക്ഷെ അനുഭവിച്ച ഞങ്ങൾക്ക് അത്ര വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിൽസാണ്, ചുരാണ്, തിരിച്ചിറങ്ങാണ്, രാത്രിയാണ്, ഇരുട്ടാണ്.
അങ്ങനെ നമ്മൾ ചുരമൊക്കെ ഏകദേശം ഇറങ്ങി തീരാറായിട്ടുണ്ട് കേട്ടോ. പഴനി പട്ടണത്തിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലൂടെ കാണുമ്പോൾ അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അതൊരു വല്ലാത്ത ഫീൽ തന്നെയാണ് കേട്ടോ. ഫുള്ള് ഇരുട്ടായിട്ട് കുത്തായിട്ട് ഇങ്ങനെ വെളിച്ചങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ അടിപൊളിയല്ലേ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിൽ പോകുന്ന ട്രാവലർ സൈഡ് തരുന്നില്ല. ഓവർടേക്ക് ചെയ്ത് കയറി പോകാൻ നിൽക്കുമ്പോൾ ആള് സെൻറ്ററിലേക്ക് എടുക്കും. പിന്നെ ഇപ്പം എന്ത് ചെയ്യാൻ, അതിൻ്റെ പുറകെ ഇങ്ങനെ പിടിച്ച്. അടിപൊളി മനോഹരമായ കാറ്റാടി യന്ത്രങ്ങളൊക്കെ, ഒരുപാട് കാറ്റാടി യന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂട്ടാണ് കേട്ടോ ഈ ഒരു പഴനിയിൽ നിന്നും പൊള്ളാച്ചിയിലേക്കുള്ള റൂട്ട്. നല്ല അടിപൊളി ഹൈവേ. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പണി നടക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ സർവീസ് റോഡൊക്കെ കയറിയിട്ട് പിന്നെ അടിയിൽ കൂടെ ഒക്കെ പോകേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് ചൊറയാണ്. അപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഹൈവേയിൽ ഈ റൈഡൊക്കെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഹൈവേയിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ എത്രത്തോളം കാറ്റാടി യന്ത്രങ്ങൾ വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ? കാറ്റുള്ളതുകൊണ്ടാണ് ഇവിടെ കാറ്റാടി യന്ത്രങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക്, കേരളം ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ഇവിടുന്ന് പഴനിയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്കൊക്കെ പോകുമ്പോൾ ഹൈവേ ആണെന്ന് വിചാരിച്ചിട്ട് ആരും ചീറിപ്പാഞ്ഞ് പോകാൻ നിൽക്കണ്ട. നല്ല കാറ്റാണ്. കാറ്റിന് ഓപ്പോസിറ്റാണ് നമ്മൾ പോകുന്നത്. പറന്ന് പോകും. ഒരു 90ഒക്കെ കയറി പിടിച്ചു കഴിഞ്ഞാണല്ലോ പിന്നെ പറക്കും നമ്മൾ. അമ്മാതിരി കാറ്റാണ്. നേരെ മറിച്ച് പൊള്ളാച്ചിയിൽ നിന്ന് പഴനിക്ക് വരുമ്പോൾ നല്ല സുഖം, ഒരു വിഷയമല്ല. അപ്പോൾ പിന്നെ നമ്മുടെ യാത്ര നേരെ മുന്നോട്ടാണ്. ഇവിടുന്ന് നേരെ പൊള്ളാച്ചിയിൽ നിന്ന് നേരെ പാലക്കാട് നിന്ന് നേരെ വീട്ടിലോട്ട്. ഒന്നും നോക്കണില്ല, വെച്ച് മിന്നാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.